ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ സി ഓഫ് നോളജ്. ഞാൻ റെനു മേട്ടുപുറം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സിനിമാറ്റിക് ടൈറ്റിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ അഡോബ് പ്രീമിയറിലാണ് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി നിങ്ങൾ കാണുമോ, എങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരം തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ അഡോബ് പ്രീമിയർ ഓപ്പൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാൻ ഒരു ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് സി ഓഫ് നോളജ് എന്നാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം എഫക്റ്റീവ് വന്നിട്ട് ഇവിടെ എഫക്റ്റീവ് അസെൻഷ്യൽ ഗ്രാഫിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എഡിറ്റ് വന്നിട്ട് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ അലൈൻ ആൻഡ് ട്രാൻസ്ഫോം എന്നിടത്ത് വെർട്ടിക്കലി ക്ലിക്ക് ചെയ്ത് ഹൊറിസോണ്ടലും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സെൻട്രലായിട്ട് കറക്റ്റായിട്ട് കിട്ടും. നമുക്കുള്ള മാനുവലായിട്ട് തന്നെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്താൽ നമുക്ക് ആയി കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫൗണ്ട് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫൗണ്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ആസോണിക്സ് എന്ന് പറയുന്നൊരു ഫൗണ്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, സെൻട്രലിലേക്ക് ഫൗണ്ടാക്കി. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒരു ടൈറ്റിലൂടെ വേണം. അതിനായിട്ട് ജസ്റ്റ് താഴെ അടിയിലോട്ട് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഞാൻ മലയാളമാണ് കൊടുക്കാൻ പോകുന്നത്. അന്നേരം മലയാളം കൊടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള ഫൗണ്ട് സെലക്ട് ചെയ്യും, മലയാളം. എന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ഫൗണ്ട് നമുക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തു ജസ്റ്റ് സെൻട്രലിലോട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എഴുതിയേക്കുന്ന ടൈറ്റിലിൻ്റെ ലെങ്ത് ഒരു 10 സെക്കൻഡ് ആക്കാം. നമുക്ക് ഇതിപ്പോൾ 10 സെക്കൻഡ് ആക്കി. അതിനുശേഷം നമ്മൾ എഫക്റ്റ് മാനുവലി വന്നിട്ട് ഇവിടെ നമ്മൾ ഗാസിയൻ ബ്ലർ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഗാസിയൻ ബ്ലർ ഒന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് നമ്മുടെ ആ ടൈറ്റിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എഫക്റ്റ് കൺട്രോൾ പാനൽ എടുക്കും. അവിടെ നമ്മൾ ഈ ഗാസിയൻ ബ്ലർ എന്നുള്ളത് ബ്ലറിനൻസ് എന്നുള്ളത് പകരം ചെയ്യുക. അതിനുശേഷം 0 സെക്കൻഡുള്ള കീ ഫ്രെയിമിൻ്റെ അവിടെ 150 കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിതൊരു 2 സെക്കൻഡ് ആക്കുക. ഓക്കെ, 2 സെക്കൻഡ് ആക്കിയതിന് ശേഷം നമ്മളൊരു കീ ഫ്രെയിം കൂടെ കൊടുക്കുക. ഇവിടെ നമ്മൾ 0 ആക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ 8 സെക്കൻഡിൽ കൊണ്ടുവരിക. 8 സെക്കൻഡിൽ കൊണ്ടുവന്നിട്ട് അവിടെ നമ്മളൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് 10 സെക്കൻഡിലേക്ക് കൊണ്ടുവരിക. 10.1 സെക്കൻഡ് അത് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ 150 കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒപ്പാസിറ്റി എന്നിടത്ത് വന്നിട്ട് ഇവിടെ നമ്മൾ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ 0 ആക്കും. ഈ 2 സെക്കൻഡ് ഉള്ളിടത്ത് വന്നിട്ട് അത് 100 ആക്കുക. ഓക്കെ, അതിനുശേഷം 8 സെക്കൻഡിലും വരിക. അവിടെ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. അവിടെ നിന്ന് ശകലം ബോട്ടാക്കി വെച്ചിട്ട് അതിനുശേഷം ലാസ്റ്റിൽ കൊണ്ടുവരിക. അവിടെ വന്നിട്ട് 0 ആക്കുക. ഓക്കെ, അതിനുശേഷം സ്കെയിൽ വരിക. സ്കെയിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. അതിനുശേഷം അവിടെ 50 ആക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫ്രെയിം ടൈം ലൈന്
8 സെക്കൻഡിൽ കൊണ്ടുവരിക. 8 സെക്കൻഡിൽ കൊണ്ടുവന്നിട്ട് അത് 100 ആക്കുക. നമ്മൾ ഈ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഫ്രെയിം 2 സെക്കൻഡിൽ കൊണ്ടുവരിക. 50 എന്നുള്ളത് നമുക്കൊരു 70 ആക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ റൈറ്റ് ആംഗിൾ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ടാൻറ്റിൻ്റെ സെൻറ്ററിലായിട്ടും ഒരു ലൈൻ എടുക്കുക. ഓക്കെ, കറക്റ്റ് സെൻട്രലൈസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ വി ടൂൾ സെലക്ട് ചെയ്യുക. എഫക്റ്റ് കൺട്രോളിൽ വന്നിട്ട് ഷേപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ സ്കെയിലിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ 4 എന്നുള്ളത് സ്കെയിൽ അൺസെലക്ട് ചെയ്യുക. ഇവിടെ ഹൊറിസോണ്ടൽ എന്നുള്ളത് നമ്മൾ ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. ഇവിടെ വന്നിട്ട് നമ്മൾ 0 ആക്കുക. അതിനുശേഷം 5 സെക്കൻഡ് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ 100 ആക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ 8 സെക്കൻഡിൽ കൊണ്ടുവരിക. ഓപ്പോസിറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം 10 സെക്കൻഡിൽ കൊണ്ടുവരിക. ഒരു ഓപ്പോസിറ്റ് ഒരു 0 ആക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിലേക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. സ്കെയിലിലൂടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് 8 സെക്കൻഡിൽ കൊണ്ടുവരിക. ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് പോവുക. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യാം. എഫക്റ്റ് പാനൽ എടുത്തിട്ട് ക്യാമറ ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റ് നമുക്ക് ഈ ഗാലക്സി എന്ന എഫക്റ്റിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അവിടെ നമ്മളൊരു 5 വെച്ച് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ടൈറ്റിൽ എഫക്റ്റാണിത്. ഓക്കെ.